നമുക്ക് അങ്ങനത്തെ ഒരു വിദ്വേഷം ഒരു വെറുപ്പ് ആരോടും ഇല്ല. ആര് വർഗീയത പറഞ്ഞോ അവരെ എതിർക്കുക. അത് ജാതി മതം നോക്കാതെ അത് ഒറ്റക്കെട്ടായി ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പോകാം. അതാ ഇതാണ് ഞങ്ങൾ മലപ്പുറത്തേര്. അത് മനസ്സിലാക്കിയിട്ട് കളിച്ചാൽ മതി. അത് നല്ല അഭിപ്രായം തന്നെ. നമുക്ക് അതിലൊന്നും അഭിപ്രായക്കേടില്ല. എല്ലാരും നമ്മളിവിടെ മതസൗഹാർദ്ദമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളൊരു മതത്തിന്റെ പേരിൽ ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണലില്ല. ടിക്കറ്റ് ജാസ്തി പോകും. ഇവിടെ കുമ്പോളാതി എതിർപ്പൊന്നും കാണില്ല. അങ്ങനത്തെ വിഷയം ഇവിടെ നമ്മൾ ചർച്ചയിൽ അറിഞ്ഞിട്ടില്ല. വരുന്നതൊരു നല്ല കാര്യമാണെന്നുള്ളതാണ് തീരുമാനം. എല്ലാം കൊണ്ടും നിങ്ങൾ ഒരുവിധം കൂടെ സപ്പോർട്ടായിട്ടാണ് തോന്നുന്നത്. സുഹൃത്തുക്കളെ, കുംഭമേളയെ കുറിച്ചിട്ടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുംഭമേള അല്ലെങ്കിൽ മാഘ മഹോത്സവം നമ്മുടെ തിരുനാവായി നടക്കുന്നുണ്ടല്ലോ. തിരുനാവായ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരുനാവായി ഉള്ളത് മലപ്പുറം പ്രദേശത്തായതുകൊണ്ടും മലപ്പുറത്തെ മുസ്ലിങ്ങളെല്ലാം ഇതിനെ എതിർക്കുന്നു എന്നൊരു ചർച്ചയും മറ്റൊക്കെ ഇങ്ങനെ നടന്നിരുന്നു. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ വൈബ്രൂ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇട്ട ഒരു വീഡിയോ ആണ്. ഭയങ്കര രസകരമായ ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ എല്ലാവരും പറയുന്നത്, ആ ഒരു തവനൂരത്തെ ചുറ്റുള്ള മാപ്പിളാരൊക്കെ പറയുന്നത് എന്തോന്ന് അത് വരട്ടെന്നേ, നല്ല കാര്യം എന്നുള്ള മാത്രമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടു അങ്ങനെയാണ് ഇവിടെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ. ഇപ്പൊ നീർച്ചയായാലും പൂരായാലും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ചു പോകണം. വർഗീയത ഉണ്ടാക്കുകയാണ്, വെറുതെ പറയാണ്. എല്ലാരോടും സ്നേഹം പറയാനേ നമ്മളും ഇവിടെ അങ്ങനെ എതിർപ്പും കാര്യമൊന്നുമില്ല. ഞങ്ങള് മലപ്പുറത്തേക്ക് ഒരു പ്രശ്നം കേട്ടോ. ഇവിടെ വന്ന് മലപ്പുറം അങ്ങനെയാണ്, മറ്റു ഇതര മതസ്ഥർ അങ്ങനെയാണെന്നൊന്നും പറഞ്ഞ ഒരു വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ സോഷ്യൽ മീഡിയയിലെ പിന്നാലെ പോയിട്ട് അതൊക്കെ മക്കളെ വോട്ട് രാഷ്ട്രീയത്തിന്റെ കളികളാണ്. അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഞങ്ങൾ ഇവിടുത്തെ മലപ്പുറത്തേർക്കുണ്ട്, ഇവിടുത്തെ നാട്ടുകാർക്കുണ്ട്. അപ്പോ അത് വെച്ചിട്ട് ആ കളികളൊന്നും വെച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. നമ്മുടെ നാട്ടിൽ മലപ്പുറത്ത് നിന്നല്ലട്ടാ, കേരളത്തിൽ മൊത്തം പല പല പരിപാടികൾ വരട്ടെ. അതൊക്കെ ആഘോഷമായി കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ മലപ്പുറത്തേക്ക്. എല്ലാവരും സപ്പോർട്ട് നമുക്കറിയാം. പിന്നെ ആൾക്കാർ പറയാണ് അതുണ്ടാക്കാം, അല്ലാതെ ഇവിടെ എല്ലാവരും ഇല്ല. അപ്പൊ ഇതാട്ടോ മാധവേട്ടന്റെ ഒക്കെ അഭിപ്രായം. ഇവിടെയുള്ള തിരുനാവായക്കാരെന്നല്ല, ഇവിടെ മലപ്പുറം ജില്ലയിലെ എല്ലാവരും അഭിപ്രായം ഇതാണ്. ഇവിടെ അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല. വെറുതെ സോഷ്യൽ മീഡിയയിൽ വെറുതെ വന്നിട്ട് ഹിന്ദുക്കൾ അങ്ങനെയാണ്, മുസ്ലിങ്ങൾ അങ്ങനെയാണ്, ക്രിസ്ത്യാനികൾ അങ്ങനെയാണ് വെറുതെ വിവാദം ഉണ്ടാക്കാണ്. എന്താവശ്യം വന്നാലും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ്. അത് അങ്ങനെ തന്നെയാണ്. ഇതാണ് മലപ്പുറം. ഞാൻ ഇതിനെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല ആളുകളൊക്കെ ചോദിച്ചു. കഴിഞ്ഞ ദിവസം പോലും നമ്മുടെ നാട്ടുകാരൻ നമ്മളെ കണ്ടപ്പോൾ എൻ്റെ വീഡിയോ കുറച്ച് കൂടി പോകുന്നുണ്ടിട്ടാ എന്നുള്ള വർത്തമാനം പറഞ്ഞു. അപ്പോഴേ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് മനസ്സിലായെന്ന് എനിക്ക് വലിയ പിടുത്തില്ല. വീഡിയോയിൽ ആ ഒരു കൂടി പോകുന്നു എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു സംഘപരിവാർ സഹയാത്രികനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ദഹിക്കുന്നുണ്ടാവില്ല. ദഹിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ യാഥാർത്ഥ്യങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കെ ഒരു ആ മനുഷ്യൻ തിരിച്ചറിയാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു പ്രശ്നം വന്നു വിചാരിക്കുക, എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആക്സിഡന്റോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നേ. അത് ഹിന്ദു വന്നോ മറ്റൊന്നും ആചാരമില്ല. കഴിഞ്ഞ ദിവസം കുളങ്കര പൂരമായിരുന്നു. കുളങ്കര പൂരം എൻ്റെ നാട്ടിൽ നിന്ന് തിറയാണ് കൊണ്ടായത്. തിറയും പൂതനും അത് ഗംഭീരമായിട്ടുള്ള വരവായിരുന്നു. അപ്പോൾ ആ തിറയും പൂതനും വരവ് അമ്പലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഹിന്ദുക്കളിൽ നിന്ന് മാത്രമാണോ പണം പിരിക്കുന്നത്? അല്ല, അത് നമ്മുടെ നാട്ടിലത്തെ എല്ലാവരുടെ കയ്യിൽ നിന്നും പിരിക്കും. അത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ പാഴ്സി എന്നോ സിഖ് എന്നോ ഉത്തരേന്ത്യക്കാരനെന്നോ ഒരു വ്യത്യാസമില്ല. എല്ലാവരുടെ കയ്യിൽ നിന്നും പണം പിരിക്കും. ആ വരവിന് കൊണ്ടുപോകും. അങ്ങനെ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ഹിന്ദു ക്ഷേത്രത്തിലേക്ക് ഒരു പരിപാടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ പിരിക്കുന്നതെന്നൊക്കെ വെച്ചാൽ പറയാം. പക്ഷെ അങ്ങനെ നമ്മുടെ നാട്ടുകാർ കരുതാറില്ലെന്നേ. നമ്മുടെ നാട്ടിലത്തെ വരവ് അതിൻ്റെ കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റിയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തൊരു പരിപാടി നടക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള വേർതിരിവുകളൊന്നും ആരും കണക്കിലാക്കുന്നില്ല. എന്നാൽ അതേ സമയം തന്നെ നമ്മുടെ മലപ്പുറം എന്തോ ഒരു വലിയ മോശപ്പെട്ട പ്രദേശമാണെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമുണ്ട്. നമുക്കറിയാം, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പാലക്കാടാണ് ഒരു ആന, ഒരു കൈതച്ചക്ക അതിൻ്റെ ഉള്ളിൽ തോട്ടയോ മറ്റൊക്കെ വെച്ചിട്ട് കർഷകൻ വെച്ചിരുന്നു. ഈ പന്നികളെ ഓടിക്കാൻ വേണ്ടി വെച്ചതാ. അതൊരു ആന കടിച്ചു, ആനയുടെ വായ തകർന്നു, ആന മരിച്ചുപോയി. അത് മലപ്പുറത്താണ് അത് സംഭവിച്ചെന്ന രീതിയിലൊരു പ്രചാരണം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നേ. അതുപോലെ തന്നെ പൊന്നാനി എന്ന് പറയുന്ന പ്രദേശം മലപ്പുറത്തുണ്ട്. പൊന്നാനിക്കട് കയറി കഴിഞ്ഞ അപ്പം തന്നെ നമ്മുടെ ആണുങ്ങളുടെ പെനിസിന്റെ തലപ്പ് മുറിച്ചിട്ട് അപ്പം മാപ്പിളയാക്കി കളയും എന്നുള്ള തോന്നലൊക്കെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നല്, എൻ്റെ ഒരു അറിവില് ഷാനവാസ് കെ ബാവക്കുട്ടിയുടെ ഒരു ആദ്യ സിനിമ
ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഒരു തോന്നലും കേരളത്തിലെ ഈ പൊന്നാനി എന്ന് പറയുന്നത് കാണാൻ കഴിയുന്ന നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുള്ള നല്ല സ്ഥലങ്ങളുള്ള ഒരു പ്രദേശമാണെന്നും ഒപ്പം തന്നെ നല്ല ഫുഡ് കിട്ടും, നല്ല ബീഫും നല്ല മുട്ടപ്പത്തിരിയൊക്കെ കിട്ടുന്ന സ്ഥലമാണെന്നൊക്കെ ആളുകൾക്ക് ഏകദേശം മനസ്സിലായത് ആ ഒരു സിനിമയ്ക്കും പല വ്ളോഗേഴ്സൊക്കെ വന്നതിന് ശേഷമാണ്. ഞാൻ പറഞ്ഞ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, മലപ്പുറത്തെ കുറിച്ചിട്ട് ഒരുപക്ഷെ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ട് പുറമേക്കുള്ള ചില ആളുകളുടെ ധാരണകൾ വളരെ മോശമാണ്. മലപ്പുറത്തെ കുറിച്ച് ഭയങ്കര മോശമാണ്. എന്നാൽ മലപ്പുറത്ത് എപ്പോഴെങ്കിലൊക്കെ ഒരു കാലഘട്ടത്തിൽ വരികയോ താമസിക്കുകയോ ഒരാഴ്ചയെങ്കിലും മലപ്പുറത്ത് നിൽക്കാനും സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പോവാൻ തോന്നില്ല. പച്ച മലത്തിൽ പോവാൻ തോന്നില്ല, ഇവിടെ തന്നെ നിൽക്കാൻ തോന്നും. അത്രയ്ക്ക് സ്നേഹമാണ് ഇവിടുത്തെ നാട്ടുകാർക്ക്. അത് മലപ്പുറത്ത് മാത്രമാണ് എന്നും ഞാൻ പറയുന്നില്ല, കാസർഗോട്ടും കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ മലപ്പുറത്തെ കുറിച്ചിട്ട് ഒരു തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും മലപ്പുറത്തെ ചില ആളുകളൊക്കെ ഇതിനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ചമയ്ക്കാനൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. അത് ശരിയല്ല എന്ന് തന്നെ പറഞ്ഞുകൊള്ളുന്നു. ബൈ.